ജീവിതം എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. അത് ഒരു ഡിസൈനാണ്. ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കൊരു സാധാരണയായിട്ടുള്ളൊരു വിഷയം പറയാനോ പഠിപ്പിക്കാനോ അല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ മാത്രം ഇരുന്നാൽ മതി, ഇല്ലാത്തവർക്ക് പോകാം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഇന്ന് ഇവിടെ നമ്മുടെ ജീവിതത്തെ എഴുതാൻ പഠിപ്പിക്കാനുള്ള ഒരു പ്രേരണയാണ്. അതുകൊണ്ട് പലർക്കും അത് താല്പര്യമില്ലാതാവുന്നു എന്നത് സത്യമാണ്. കാരണം അതിൽ കുറച്ച് നമ്മൾ ചിന്തിക്കാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. എങ്കിൽ മാത്രമേ ജീവിതം അങ്ങനെയാക്കി എടുക്കാൻ സാധിക്കുള്ളൂ എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും തമ്പനയിൽ ഇട്ടപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്തൊരു വിഷൻ ബോർഡ് ആൻഡ് ഗോൾ സെറ്റിങ്സ് എന്നുള്ള ഒരു സംഭവത്തെ പറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഫോട്ടോൻ്റെ പിറകിൽ പോയി കഴിഞ്ഞാൽ ചുമരിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഫോട്ടോസുകളുണ്ട്. ആ ഫോട്ടോസുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയുടെ ഡിസൈൻ എന്ന് പറയും. അപ്പോൾ ജീവിതത്തിലെ ഭാവി ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജീവിതത്തിലെ ഭാവി ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഭാവി ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനായിരിക്കുക എന്നുള്ള ബോധമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സാണ്. അല്ലാത്തവരിവിടെ സമയം മെനക്കെടുത്തുകൊണ്ട് കാര്യമില്ല എന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പലരും ജീവിതത്തിൽ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് എന്താണ് വേണ്ടതെന്ന് പോലും വ്യക്തമായി അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇത്രയും ദിവസം ക്ലാസ് എടുത്തെടുപ്പോഴും എനിക്ക് മനസ്സിലായത്. പലരുടെയും വിഷയം അവർക്ക് എന്തൊക്കെയോ വേണമെന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടതാണോ എങ്കിൽ എസ് ഓർ നോ പറഞ്ഞോ. നിങ്ങളാണെങ്കിൽ എസ് എന്ന് പറയുക, അല്ലെങ്കിൽ നോ എന്ന് പറയുക. നോക്കട്ടെ എത്ര പേര് പറയാൻ പറ്റും നോക്കട്ടെ. സമയം വളരെ വ്യക്തമാണ്, പെട്ടെന്ന് പറഞ്ഞോളൂ. എല്ലാവരും നോ എന്നാണ് എങ്കിൽ നമുക്ക് ഇന്ന് നോക്കാം. ഇത് കഴിയുമ്പോൾ നിങ്ങൾ എത്ര പേര് സീരിയസ് ആയിട്ട് ആ നോ ആണെന്ന് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കും. ഈ കാര്യം വരുമ്പോൾ ഞാൻ ചിരിക്കില്ല, ഇത് സീരിയസ് ആയ മാറ്ററാണ്. ഇവിടെ ചിരിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ പാകപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇതുപോലെ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയതാണ്. അന്ന് ഞാൻ എഴുതി വെച്ചതാണ്, ഇന്നും ഞാൻ ആയിരിക്കുന്നത്, ഇനിയും ഞാൻ ആവാനുള്ളത്, ഇനിയും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ എഴുത്തിന് അത്രയും ശക്തിയുണ്ട്. എൻ്റെ ഇവിടെ സൈഡിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ വിഷൻ ബോർഡ്. ആ വിഷൻ ബോർഡ് ഓരോ നിമിഷവും രാവിലെ 3:22 ഞാനിവിടെ വന്നിരിക്കുന്ന സമയം മുതൽ രാത്രി 10:20 ഞാൻ ഇവിടുന്ന് കിടക്കാൻ പോകുന്ന സമയം വരെയും ഞാൻ കാണുന്നു. ഇവിടെയുമുണ്ട്, എൻ്റെ ഓഫീസിലുമുണ്ട്, ബാക്കിയുള്ള സമയത്ത് എൻ്റെ പുസ്തകത്തിലുമുണ്ട്. അത്രയും സീരിയസ് ആയ കാര്യമായതുകൊണ്ട് ഇവിടെ ചിരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതാണ് ജീവിതം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് ആത്മാർത്ഥമായി സന്തോഷപൂർവ്വം പൂർണ്ണമായിട്ടുള്ള ആത്മസംതൃപ്തിയോടുകൂടി ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഈ സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ്. അപ്പോൾ അവിടെ സീരിയസ് ആയ കാര്യം മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ള എനിക്കറിയാം. നോക്കൂ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, പലരും ജീവിതത്തിൽ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവർ കഠിനമായി അധ്വാനിക്കുകയും കഠിനമായി പറയുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ലഭിക്കുന്നത് അവർ ആഗ്രഹിച്ചതല്ല, ലഭിക്കുന്നത് സാഹചര്യങ്ങൾ തീരുമാനിച്ചതാണ് എന്നതാണ് പ്രത്യേകത. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എഴുതാൻ കഴിയും. ഇതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ് യഥാർത്ഥ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ സ്വപ്നങ്ങളെ എഴുതിയിട്ടുണ്ടോ?
അല്ലെങ്കിൽ അത് വെറും മനസ്സിൽ മാത്രമാണ്? മനസ്സിലുള്ള സ്വപ്നങ്ങൾ പലപ്പോഴും മങ്ങിപ്പോകാറുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ എഴുതിയ സ്വപ്നങ്ങൾ ഒരു നിർദ്ദേശമാകുന്നു. അത് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ആദ്യ പടിയാണെന്ന് പ്രിയപ്പെട്ടവര് തിരിച്ചറിയുക. നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഈ നിങ്ങൾ ഇപ്പോൾ എത്ര വയസ്സായാലും നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ലൈഫ് പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ സമയം കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലും അനാവശ്യ കാര്യങ്ങളിലും ഒക്കെ. പക്ഷേ നമ്മുടെ ജീവിതം എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് തുടരുമ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ്സ് ചെയ്യേണ്ടി വരും, കുറ്റബോധത്തിൽ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ ഇല്ലാത്തതാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പലപ്പോഴും സ്വയം ചിന്തിച്ച കാര്യമാണ്. ചെറുപ്പം മുതൽ തന്നെ എനിക്ക് കൃത്യമായ ഒരു ഗോൾ ഉണ്ടായിരുന്നെങ്കിൽ, കൃത്യമായ ഒരു ലക്ഷ്യം ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇപ്പോൾ കേൾക്കുന്ന ഇതിനേക്കോ വലുതായേനെ എന്ന് ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഒരു 6-8 വർഷം മുമ്പ് ഞാനിത് മനസ്സിലാക്കി വന്നതിന് ശേഷം ഞാൻ സ്വയം അത് മുഴുവൻ മാറ്റി. ചെറുപ്പത്തിൽ എന്തൊക്കെയാണോ എനിക്ക് കളഞ്ഞു പോയത് അത് മുഴുവൻ ഞാൻ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതം. അപ്പോൾ അത്രയും ലളിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വിഷൻ ബോർഡ് എന്ന് പറയുന്നത്, ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ജീവിതത്തിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു വീട് വേണമെങ്കിൽ അതിൻ്റെ ചിത്രം, ഒരു കാറ് വേണമെങ്കിൽ അതിൻ്റെ ചിത്രം, ഒരു കുഞ്ഞ് വേണമെങ്കിൽ അതിൻ്റെ ചിത്രം, അല്ലെങ്കിൽ ഒരു ജോലി വേണമെങ്കിൽ അതിൻ്റെ ചിത്രം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കല്യാണം വേണമെങ്കിൽ അതിൻ്റെ ആ ആളുടെ ചിത്രം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ വിഷ്വലൈസ് ചെയ്യാൻ, കണ്ണിൻ മുന്നിൽ കാണുന്ന രീതിയിൽ സജ്ജമാക്കാൻ ഈ ലോകത്ത് ഉള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് വിഷൻ ബോർഡ് മാത്രമാണ്. ആ വിഷൻ ബോർഡ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ വിഷ്വലൈസേഷൻ സാധ്യമാകും? അപ്പോൾ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അത് കുട്ടികൾക്ക് ചെയ്യാം, അമ്മമാർക്ക് ചെയ്യാം, അച്ഛന്മാർക്ക് ചെയ്യാം, ജോലിക്കാർക്ക് ചെയ്യാം, ജോലി ഇല്ലാത്തവർക്ക് ചെയ്യാം, ആബാലവൃദ്ധം ജനങ്ങൾക്കും ചെയ്യാവുന്ന പ്രക്രിയയാണ്. ഇത് മനസ്സിലേക്ക് വിത്ത് പാകുന്ന പ്രക്രിയക്കാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന വിഷ്വൽസ് വളരെ ശക്തമായി മാത്രമാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ അയാളെ മനസ്സിലാക്കുന്നതും ഒരാളെ കണ്ടിട്ട് ശബ്ദം പോലും കേൾക്കാതെ അയാൾ മനസ്സിലാക്കുന്നതും തമ്മിൽ, അല്ല അയാളെ ഓർക്കുന്നതും തമ്മിൽ ഏതാണ് നിങ്ങൾ കൂടുതൽ ഓർക്കുക? ശബ്ദമാണോ നിങ്ങൾ ഓർക്കുക, അയാളെ കണ്ട കാഴ്ചയാണോ ഓർക്കുക? സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയും കാഴ്ചയാണ് ഓർക്കുക. അപ്പോൾ അങ്ങ് കാഴ്ചക്കാണ് അത്രയും പ്രത്യേകതയുള്ളത് എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ആവർത്തിച്ച് കാണുന്നുവോ അത് നിങ്ങളുടെ മൈൻഡ് നോർമലാക്കി സ്വീകരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ന്യൂറോ സയൻസ് പരമായി പറഞ്ഞാൽ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, RAS എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബ്രെയിനിലുണ്ട്. ആ സിസ്റ്റം അത് ചെയ്യുന്നത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്ത് കാണിക്കുന്നു എന്നതുള്ള അതിന് സത്യം. അപ്പോൾ നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയമെടുത്തെങ്കിലും അത് പിന്നെ നമ്മുടെ ബ്രെയിനിലെ ഓരോ തലങ്ങളിലുമായി ക്ലിയർ ആയിട്ടുള്ള സിഗ്നൽ നൽകി ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് സ്ഥാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ലൈഫ് ഹാക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഡ്രീം ലൈഫ് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഡെയിലി ഒരു 5 മിനിറ്റ് വെച്ച് വിഷൻ ബോർഡ് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ്. വിഷൻ ബോർഡ് നോക്കി എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ പോകുന്ന വഴിയിലൂടെയൊക്കെ നിങ്ങൾ അതായി തീരുമെന്നുള്ളതാണ്
സത്യം. ഞാൻ എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ മുമ്പേയും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഓതറാണെന്നും ഞാൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത സമയത്ത് ശേഷം പിന്നെ എൻ്റെ ഓരോ എഴുത്തുകൾക്കും അഗാധത കൂടി, അതിൻ്റെ ഡെപ്ത് കൂടുകയും ഞാൻ ഓൾറെഡി ഒരു എഴുത്തുകാരനാണല്ലോ എന്ന് കരുതി എൻ്റെ ബാക്കിയുള്ള സംസാര രീതികളിലും ഞാൻ പെരുമാറുന്ന പെരുമാറ്റത്തിലുമെല്ലാം ഓട്ടോമാറ്റിക് ഭാവം വ്യത്യാസം വന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണ നോർമലായിട്ട് ആൾക്കാർ പറയുന്ന ഭാഷയല്ലാതെ എഴുത്തിൻ്റെ ഭാഷയിലേക്ക് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇരുന്ന് എഴുത്തുകാരനാണ് സ്വയം പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. ഈ പ്രഖ്യാപനം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ അതിന് തയ്യാറായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആന്തരികമായിട്ടുണ്ടാക്കണം. അത് ഞാനല്ല എന്നിപ്പോൾ പറഞ്ഞാലും, ഇനി നാളെ ഞാൻ പുസ്തകം എഴുതിയില്ലെങ്കിലും ഞാൻ അതായി തീർന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഭാവം, എൻ്റെ ശരീരം, എൻ്റെ ഭാഷ, എൻ്റെ അങ്ങൾ എല്ലാം അതിന് ഉചിതമായി തന്നെ മാറും. ഇതാണ് പ്രപഞ്ച സത്യം. അപ്പോൾ ഇതാണ് ശരിയായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോന്നും ചിന്തിച്ച് വിഷ്വലൈസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ അതായി തീരുന്ന പ്രക്രിയയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വെറും ഇമാജിനേഷൻ അല്ല, അത് റിയാലിറ്റി ആയി മാറുന്നു എന്നതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ നമ്മൾ തന്നെ ആ റിയാലിറ്റിയെ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആ റിയാലിറ്റിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വിഷൻ ബോർഡ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അതിനൊപ്പം നിങ്ങൾ ഗോൾ സെറ്റിംഗ് കൂടി ചെയ്യണം. അതായത് പലരും ചെയ്യുന്ന വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, സ്വപ്നങ്ങൾ കാണുന്നു അവർ, പക്ഷെ പ്ലാനുകളില്ല. ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനുകളും അടക്കം സെറ്റ് ചെയ്യുന്ന പ്രക്രിയക്കാണ്. ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് വേണ്ടത് ക്ലിയറായി ഡിഫൈൻ ചെയ്ത്, എനിക്ക് പണം വേണം എന്ന് പറയുന്നതല്ല ഗോൾ എന്ന് പറയുന്നത്. എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കണം, എന്നിട്ടതെനിക്ക് ഇന്ന സ്ഥലത്ത് നിക്ഷേപിക്കണം, ആ നിക്ഷേപത്തിൽ നിന്നും എനിക്ക് ഇത്രയും ലാഭം ഉണ്ടാക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള സെറ്റിങ്സിനെയാണ് ഗോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്താണ്? നമ്മൾ ആദ്യം ബക്കറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം ലൈഫ് ടൈം ഉള്ള പ്ലാനുകളാക്കി മാറ്റും. അതിനുശേഷമാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായി തീരണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ എഴുത്തിൻ്റെ ബലത്തിലാണ്. അതുകൊണ്ട് അത് കൃത്യമായി എഴുതുക എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫ്യൂച്ചറോ പാസ്റ്റോ ഒന്നൊന്നും അതിനില്ല. അത് നിലവിൽ എന്ത് ചിന്തിക്കുന്നു, എന്ത് കാണുന്നു, അത് മാത്രമാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ ഒരു പ്രസൻറ്റ് ഫീലിംഗിൽ മാത്രമേ അത് സ്വീകരിക്കുള്ളൂ എന്ന് തത്വം അറിയുക. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ, നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഒരു റിയാലിറ്റിയായി ഫീഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പഠനം. മനസ്സിലാക്കുക, ഒരു സത്യം കേൾക്കുക. വിജയിക്കുന്ന ആൾക്കൾക്ക് ലക്കല്ല ഉണ്ടാവുന്നത്, അവർക്ക് ക്ലാരിറ്റിയാണ് ഉണ്ടായത്. അവർക്ക് എന്ത് വേണമെന്ന് അവർക്ക് വ്യക്തമായി അറിയാമെന്നുള്ളതാണ്. അവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും, അവർക്കൊരു വിഷൻ ഉണ്ടാവും. നിങ്ങൾക്കും അത് ഉണ്ടാവണം. ഞാൻ കോളേജിൽ പോകുന്ന കുട്ടികളോടും കോളേജ് കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ആൾക്കാരോടും എല്ലാവരോടും വളരെ നിർബന്ധപൂർവ്വം പറയുന്ന കാര്യമാണ്, നിങ്ങൾ ലൈഫിനെ ഇതുപോലെ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ലൈഫിന് ഡയറക്ഷൻ വേണം. അപ്പോൾ ലോകം നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കും. ഡയറക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയും എത്തില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഒരു വലിയ തിരിച്ചറിവ് നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം പുറത്തുള്ള സാഹചര്യങ്ങളെ തീരുമാനിക്കുന്നതല്ല എന്നും, നിങ്ങൾ ഉള്ളിലെ ക്ലാരിറ്റിയാണത് തീരുമാനിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, നമുക്ക് വേണ്ടത്, ആകെയായിട്ട് നമുക്ക് വേണ്ട സാധനത്തിൻ്റെ പേരാണ് ബോധതലം എന്ന് പറയുന്നത്. അതായത് അവെയർനെസ് ഉണ്ടാവുക, ബാക്കിയെല്ലാം അതിനനുസരിച്ച് സെറ്റായിക്കോളും. അപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കാണണം. നിങ്ങളുടെ ഗോൾ എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അതിനുവേണ്ടി ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു ഡെയിലി വിഷ്വലൈസേഷൻ പോലെ നിങ്ങൾക്ക് കൊണ്ട് നടക്കാവുന്നതാണ്. ഇതൊരു ഓവർനൈറ്റ് നടക്കുന്ന മാജിക്കാണെന്ന് ആരും കരുതിയേക്കരുത്. അങ്ങനെയുള്ള ഒരു ക്ലാസ്സിനെ പറ്റിയുമല്ല പറയാനുള്ളത്. ഇതൊരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ്, കൺസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. ഇതൊരു സീക്രട്ട് എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് മാത്രമാണ്. അപ്പോൾ സ്ലോലി ആയി നമ്മുടെ ചിന്തകളെ മാറ്റാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ആക്ഷൻ പ്ലാനാണ് ഗോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത്.
നോക്കൂ, ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയുന്നതാണ്. ഞാൻ ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഇത്രയും ആൾക്കാരോട് ചോദിക്കുന്നത്, ജീവിതം ഇങ്ങനെ ആയി തീരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കേ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ജീവിതം, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചവരോടുണ്ട്? ഉണ്ടോ? യെസ് ഓർണോ പേരെഴുതിയേ. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കണമെന്ന് ഡിസൈൻ ചെയ്ത ആൾക്കാർ മാത്രം അവരവർ പേരെഴുതുക, എല്ലാവരും. എങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എങ്ങനെയാണ് ആവേണ്ടതെന്ന് പറയാൻ പറ്റണം. നിങ്ങൾക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തവർക്ക് മാത്രമാണ് പറയേണ്ടത്. ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ തീരുമാനിക്കുക, ഈ ക്ലാസ്സിൽ കയറുക, നിങ്ങൾ സെറ്റാക്കി പുറത്തോട്ട് പോവുക. സെറ്റ് ചെയ്തവർ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, സെറ്റ് ചെയ്യാത്തവർക്ക് ഇതാണ് ഏറ്റവും സുവർണ അവസരം. നിങ്ങൾ സമയമെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ സെറ്റാകുക. വെറുതെ ഇരിക്കുന്നതല്ല, സമയമില്ല നമുക്ക് കളയാനായിട്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമല്ല, അത് ഒരു ഡിസൈനാണ്. ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ്. എങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം മറ്റുള്ളവർ ആരോ ചെയ്തു വന്ന ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാവുക. നിങ്ങൾക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ അത് എഴുതുക തന്നെയാണ്, അത് വിഷ്വലൈസ് ചെയ്യുകയാണ്, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഭാവി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഓൾറെഡി ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങളത് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന നിമിഷം അത് നിങ്ങളുടെ ദിശയിൽ നടക്കാൻ തുടങ്ങുന്നു എന്നറിയുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളതിന് തയ്യാറാവുക, നിങ്ങളുടെ ലൈഫ് എഴുതാൻ തുടങ്ങുക. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഫലമാണ് എന്നറിയുക. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എത്ര പേരുണ്ട് നോക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ ജീവിതത്തെ മാറ്റാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. കാരണം മറ്റേത് ക്ലാസ് പറയുന്നത് പോലെയുമല്ല ഞാൻ പറയേണ്ടത്. ഇത് വളരെ കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ട് നടക്കാനുള്ളതല്ല. ഡിസൈൻ യുവർ ലൈഫ് ആൻഡ് ലീവ് യുവർ ലൈഫ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എത്ര പേര് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഓഫർ പ്രസീത ഓഫർ ഇട്ടിട്ടുണ്ട്. 4444 രൂപയുള്ള ക്ലാസ്സിന് വിഷുവിൻ്റെ ഓഫർ 2222 രൂപയാണ്. ഇപ്പോൾ പേ ചെയ്യുന്നവർക്ക് ഞാനൊരു വിഷൻ ബോർഡിൻ്റെ ബുക്ക്, അതായത് ഇതുപോലത്തെ ഒരു പുസ്തകം വിഷൻ ബോർഡിന് വേണ്ടി മാത്രം ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഗിഫ്റ്റ് ചെയ്യുന്നു. അത് വന്നിട്ടില്ല, ഇനി നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ട് ഹാപ്പിനെസ്സിന് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ബുക്കിന് ഏകദേശം 300-350 രൂപ വില വരും. ഇപ്പോൾ ഓഫർ ചെയ്യുന്നു, ഈ വർഷം തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഓഫറാണ്. എത്ര പേർക്ക് വേണം? അത് ഒരു ഒരു ഡയറി പോലുള്ള പുസ്തകമാണ്. നിങ്ങളെ ഗോൾ എഴുതാൻ പറ്റും, അതിന് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. മൊത്തം സെറ്റ് ചെയ്ത് റെഡിയാക്കി പ്രിന്റ് ചെയ്യുന്ന പുസ്തകമാണ്, പ്രിന്റ് ചെയ്ത് തരുന്ന പുസ്തകമാണ്. എത്ര പേർക്ക് വേണം? ഇപ്പോൾ ഓഫർ ചെയ്തു. ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തോ പ്രസീദേ? അയക്കുന്നത് എത്ര പേര്? ഞാൻ ധൈര്യപൂർവ്വം പറയും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസാണ്. എത്ര പേർക്ക് ധൈര്യത്തോട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്ന് നോക്കട്ടെ. 2222 രൂപ നിങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല എന്ന് എനിക്കറിയാം. അതില്ലാത്തവരാരും ഉണ്ടാവില്ല. എത്ര പേര് വെച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് അത്രയും സീരിയസ് ആയ ക്ലാസ് ആയതുകൊണ്ടാണ്. വെറുതെ കേൾക്കാനുള്ള ക്ലാസ് അല്ല, മറ്റേത് ക്ലാസ്സും പോലെയല്ല. ഇത് സെറ്റ് ചെയ്ത് ഞാനിവിടെ എൻ്റെ ഇവിടെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വലുതായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സെറ്റ് ചെയ്ത് കുറേ പേരുണ്ടല്ലോ അല്ലേ? യെസ്, നോക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ ഏത് ക്ലാസ്സും എടുക്കുന്നത്. ഷീലാരാജൻ. ഷീലാരാജൻ, കൺഗ്രാചുലേഷൻസ്. എല്ലാവരും കൺഗ്രാചുലേഷൻ പറഞ്ഞു ഷീലാരാജന്. വെരി ഗുഡ്. പേര് എഴുതി വെച്ചോളൂ. ഷീലാരാജൻ. ഷീലാരാജൻ അവസാനം സംസാരിക്കാൻ സമയം തരാം ഞാൻ. യെസ്, വിജേഷ്. വിജേഷ് വന്നോ? വിജേഷ് അയച്ചോ?
വിജേഷ് ഡൺ. വെരി ഗുഡ് വിജേഷ്, കൺഗ്രാചുലേഷൻ വിജേഷ്. അടുത്ത ആള്, ഇത് രണ്ടുപേരേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ആ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ കാര്യം വരുമ്പോൾ നിങ്ങൾ മടി കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ. അടുത്ത വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ ആര് വന്നേ? അനുപമ. വെരി ഗുഡ് അനുപമ. അനുപമക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അനുപമ നിന്റെ ലൈഫിനെ സെറ്റ് ചെയ്യാൻ പോവാണ്. അനുപമയ്ക്ക് ഞാൻ ലതാക്കെ, ലതാക്കെ വെരി ഗുഡ്. സുശീല രാജൻ, ഓക്കെ വെരി ഗുഡ്. ലതാക്കെ. അനുപമയ്ക്ക് ഞാൻ ജോലിയുടെ കാര്യത്തിൽ വരുന്നവർക്ക് ഞാൻ ഒരു ഗിഫ്റ്റും കൂടി നൽകുന്നുണ്ട്. ജോലി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ്, ഒരു 3 days ക്ലാസ് ജോലിയുടെ കുട്ടികൾ, അതായത് അനുപമയെ പോലുള്ള ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടൊരു ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്കുള്ള ക്ലാസ്സാണ് ജോലിയുടെ കാര്യത്തിന് വേണ്ടി കുട്ടികൾക്ക്. കാരണം മറ്റുള്ളവർക്കല്ല, കുട്ടികൾക്കാണ്. അനുപമ വെരി ഗുഡ്. 5 പേരായല്ലേ? 4 പേര് പറയട്ടെ. യെസ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ നിങ്ങൾ മിക്കവരും മടി കാണിക്കുന്നു. കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നും പറഞ്ഞ് നടക്കുകയല്ല വേണ്ട. ഫോൺ നമ്പർ ഒന്നുകൂടി പറയണോ? 8590269311. ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി തയ്യാറാവും. യെസ്, മിനിസിയാർ, സുശീല രാജൻ, വിജേഷ്, അനുപമ, മിനിസിയാർ. യെസ്, 5 പേര്. പ്രീത, ഓക്കെ പ്രീത കൺഗ്രാചുലേഷൻ പ്രീത. ഗൗരി കൃഷ്ണ, വെരി ഗുഡ് ഗൗരി കൃഷ്ണ, വെരി ഗുഡ്. ഓ ഗൗരി കൃഷ്ണ, നീ ഇവിടെ ഉണ്ടോ ഗൗരി? ഓക്കെ വെരി ഗുഡ് പ്രീത, വെരി ഗുഡ്. Received 222 rupees on Google Pay for Business. അതിനാ 222 എന്തിനാ അനുപമ വീണ്ടും അയക്കണേ? അനുപമ 222 എന്തിൻ്റെ ആവശ്യം? യെസ്, ഗൗരി കൃഷ്ണ, ഓക്കെ ഗൗരി കൃഷ്ണ 5 പേര്. ഓക്കെ, അതയച്ചോ, ബാക്കി പിന്നെ അയക്കാം. ഉപമ ഒരു കാര്യം ചെയ്താൽ മതി. ഉനുമ ഒരു 1200 1222 അയച്ചോ, ബാക്കി 1000 പിന്നെ അയച്ചാൽ മതി. പൈസ ഇല്ലാത്തല്ലേ, പിന്നെ അയച്ചോ. ഇപ്പം ലിസ്റ്റ് ചെയ്തു, ബാക്കി പിന്നെ അയക്കാം. പൈസ കുറവുള്ളവർ കുറച്ച് ഉള്ളത് അയച്ചിട്ട് ബാക്കി പിന്നെ അയച്ചോ. ലതാകുമാരി, യെസ് ലതാകുമാരി. ലതയുണ്ട് ലതാകുമാരി 2 അല്ലേ നേരത്തെ ലത പറഞ്ഞു? ഓക്കെ ലത. ഇതെങ്ങനെ അയക്കാന്നോ? ഗൂഗിൾ പേയിൽ നമ്പർ അടിച്ചാൽ മതിയല്ലോ, എന്നിട്ട് അയച്ചാൽ പോരെ. ഗൂഗിൾ പേ വഴി അയക്കാം. 8590, അയ്യോ ഇത് 8590269311. രാഖി, ഓക്കെ രാഖി, ഓക്കെ രാഖി, കൺഗ്രാചുലേഷൻസ്. Received 1222 rupees on Google Pay for Business. അനുജ നീ ആ മറ്റേ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലേ? എന്ന് എടുത്ത ക്ലാസ് അതിനുശേഷം കണ്ടേ ഇല്ലല്ലോ അനുജനെ. അനുജയുടെ പേരിൽ മറ്റേ ഉണ്ടോ പേര് വിട്ടുപോയി. ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണേ. അതിനുശേഷം കുറേ ദിവസം ക്ലാസ് കണ്ടിട്ടില്ല. Received 2000 rupees on Google Pay for Business. തുളസി കെ, ഓക്കെ തുളസി പ്രകാശ്. അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് വിളിച്ചിരുന്നില്ല, ഇവിടെ തന്നെ പറഞ്ഞാൽ പോരെ, എന്തിനാ ഇപ്പം അങ്ങോട്ട് വിളിക്കണേ? യെസ് ശോഭാസി വന്നിരുന്നു അവിടെ. ശോഭാസി ഓട്ടെ, കമോൺ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തു. ഇന്ന് ഇവിടുന്ന് പേ ചെയ്ത് എല്ലാവർക്കും ഞാൻ ആ പുസ്തകം എത്തിച്ചേരും. ബുക്ക് അത് നിങ്ങൾക്ക് എഴുതാനുള്ള പുസ്തകമാണ്, നോട്ട് പുസ്തകം പോലുള്ള പുസ്തകമാണ്, എഴുതിച്ചേരും. വിഷൻ ബോർഡ് കൃത്യമായി നിങ്ങൾക്ക് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോഴല്ല, 2, 3, 5 വർഷത്തേക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തരം പുസ്തകങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തവർക്കാണ്. ശോഭന സി, ഓക്കെ ശോഭന സി, കൺഗ്രാചുലേഷൻ ചെയ്യും. ഹേമ ജയകുമാർ, വെരി ഗുഡ്. ഹേമലത, 2 ഹേമലത ഉണ്ടാവും. ഹേമലത, ഓക്കെ പെട്ടെന്നായിക്കോട്ടെ. വെരി ഗുഡ് കൺഗ്രാചുലേഷൻ ഹേമല. ഹേമ ഒരു കാര്യം ചെയ്തു, 2 പിള്ളേരും പിടിച്ചിരുത്തിക്കണം. മോത്തും അവനെയും കൂടെ ഇരുത്തിക്കൊള്ളണേ. അവന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്.
രണ്ടുപേരെ ഇരുത്തി മറ്റോ ഇപ്പോൾ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ മൂത്തവനോട് വരാൻ പറ. രണ്ടുപേര്. വെരി ഗുഡ്. ഞാൻ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഞാൻ വേറെ തന്നെ ഒരു ഇതല്ലാതെ അവർക്ക് വേറെ തന്നെ സ്പെഷ്യലായിട്ടൊരു ക്ലാസ് ഇതിന് തന്നെ കൊടുക്കുന്നത്, അവരുടെ സ്റ്റഡീസും അവരുടെ ജോബും കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് വേറെ തന്നെ ഞാൻ കൊടുക്കണം. വെരി ഗുഡ്. ഇത് നിങ്ങൾ അത്രയും ബാക്കി എല്ലാവരോടും പറയും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു തമാശ കളിയല്ല, വളരെ ഇമ്പോർട്ടൻ്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് ആവണമെന്ന്, എനിക്ക് ചേഞ്ചസ് ഇങ്ങനെ വേണം, എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സീരിയസ് ആയിട്ടുള്ള തങ്കമണി കൺഗ്രാജുലേഷൻസ്. തങ്കമണി കൺഗ്രാജുലേഷൻസ്. ഒന്ന് ബാക്കിയുള്ള അഡ്മിന്മാരും ഇവിടെ ഉണ്ടെങ്കിലും പേര് ഷോർട്ട് ചെയ്തിട്ട് എഴുതിയിട്ട് ഈ പറഞ്ഞ പേരുകളെല്ലാം ഒന്ന് എല്ലാവർക്കും നല്ലൊരു അപ്രീഷിയേഷൻ കൊടുക്കട്ടെ. കാരണം എനിക്ക് വളരെ ഇഷ്ടം, വളരെ ഇൻട്രസ്റ്റ്, മറ്റേത് കോഴ്സിനേക്കാളും എനിക്ക് ഏറ്റവും താല്പര്യവും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്, ഈ ഗോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. അത്രയും, കാരണം എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ ഇത് നിർബന്ധമായും നിങ്ങൾ എഴുതി തയ്യാറാക്കിയിരിക്കണം. 1,000 rupees on Google Pay for business. ജയശ്രീ എം വി, കൺഗ്രാജുലേഷൻ. ജയശ്രീ എം വി, കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ജയശ്രീ എം വി. എല്ലാ പേരുകളും ഒന്നുകൂടി എഴുതി ഇട്ടോ ശരി, നോക്കട്ടെ. Received 2,222 rupees on Google Pay for business. കാർത്തിക കെ, കാർത്തിക എ. വെരി ഗുഡ് കാർത്തിക, വെരി ഗുഡ്. അതൊക്കെയാണ് ആ കറേജ്, അങ്ങനെ എടുക്കണം. കാരണം ഇത് നമ്മുടെ ലൈഫ് വെച്ചിട്ടുള്ള ഒരു കളിയാണ്. അപ്പം ലൈഫിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. വെറുതെ കിടന്ന് ഇങ്ങനെ ഞാൻ ആയില്ലല്ലോ എന്ന് പറയുന്നതല്ല, ഞാൻ ആയി എന്ന് തീരുമാനിക്കുന്നത്, അങ്ങനെയാണ് എനിക്ക് ആവേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണത്. അതുകൊണ്ട് ഒരാളും മടി കാണിക്കരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ പങ്കെടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും ആശ്ചര്യത്തോടെ നിൽക്കാറുള്ളതാണ്, ഈ കാര്യം പറയുമ്പോൾ മാത്രം ആൾക്കാർ പിറകിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റൊന്നുമല്ല, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. മനസ്സിലായവർ ഇപ്പം തന്നെ വരിക. 10 പേരായി. വെരി ഗുഡ്. ലതാകുമാരി, ലത വേറെ, ലത എങ്ങനെ, രാഖി. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാളെ? ഇത്രേ ഉള്ളൂ, നമുക്ക് ഇത്രേ ഉള്ളൂ ലൈഫിനെ ചേഞ്ച് ചെയ്യാനുള്ള ആൾക്കാർ. ശോഭന, ഹേമലത. ഓക്കെ, വൺസ് അഗെയിൻ നോക്കട്ടെ. നിങ്ങൾ ഇതുവരെ ഞാൻ ഇങ്ങനൊരു മുഖം എൻ്റെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ക്ലാസ് എഴുതാക്കുന്ന പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാതെ, മറ്റെല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല പറഞ്ഞേ, എന്നെ സംബന്ധിച്ച് ഇത് വളരെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇന്ന് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം. ഇതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഇത് ഞാനൊന്ന് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണുന്ന അവസ്ഥയിൽ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അത്ര കണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രീലത അനിൽ 1000 പേരാണ്. ശ്രീലത അനിൽ വന്നില്ലല്ലോ പേര്. പ്രസീത അവിടെ വന്നോ? ശ്രീലത അനിൽ, ജയശ്രീ, കാർത്തിക, അവിടെ വന്നില്ല. പന്ത്രണ്ട് പേര്. കാർത്തിക 13 അല്ലേ ഉള്ളൂ. കാർത്തിക ലാസ്റ്റ് വന്നത്. ശ്രീലത അവിടെ വന്നല്ലേ. ഓക്കെ. ശോഭ, ഗൗരികൃഷ്ണ, കൃത്തിക. ഓക്കെ, 14 ആൾക്കാർ. ഓക്കെ. അപ്പോൾ എല്ലാവരോടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓക്കെ, നേരത്തെ എടുത്ത ആളെ വിൽക്കണ്ട. ഞാൻ നേരത്തെ എടുത്ത സാറേ 3 കാര്യങ്ങൾ ഇപ്പോൾ നടന്നു. വെരി ഗുഡ്. ഹേമ പറഞ്ഞല്ലോ. ഹേമ കന്യാകുമാരി എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ 15 ഹേമ കന്യാകുമാരി. ഓക്കെ ഫൈൻ. നാളേക്ക് നിനക്ക് സ്പെഷ്യലായിട്ട് തന്നിരിക്കും. നാളെ ആയാലും കുഴപ്പമില്ല. ഞാൻ ഇത് പേര് ആഡ് ചെയ്തിരിക്കണം കേട്ടോ ഹേമ, കുഴപ്പമില്ല. 15 ഹേമ കന്യാകുമാരി. ഓക്കെ. ഹേമ ഉണ്ട്, പറഞ്ഞല്ലോ. ഹേമലത ഉണ്ടല്ലോ. യെസ്.
നേരത്തെ അതൊന്നും അനുഭവം തന്നെ ലേഖ പറയേണ്ടി വരും ഇത്രയും കാര്യങ്ങൾ. ശ്രീലത അനിൽ വന്നില്ല. ശ്രീലത അനിൽ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ, അവിടെ വന്നിട്ടുണ്ടാവും. ശ്രീലത അനിൽ ഞാൻ ആഡ് ചെയ്തല്ലോ. ശ്രീലത ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ലത, അനുപമ, അനൂജ അതൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അത് പിന്നെ ഇടാം, ബാലൻസ് പിന്നെ ഇടാം. എനിക്ക് വേണം. അയച്ചോ, ശ്രീദേവി അയച്ചോ, അയച്ചു പറഞ്ഞാൽ മതി. ശ്രീദേവിയുടെ പേര് ഞാനുണ്ട്, സുധയുടെ പേര് ആഡ് ചെയ്യാം കേട്ടോ. 20 ആൾക്കാരെ, 15, 16, 17. ഓക്കെ. യെസ്, ഗോൾ സുധാകുമാരിയൊക്കെ ഗോൾ ഓൾറെഡി എഴുതിയ ആളാണ്, കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത ആളാണ്, നന്നായിട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ, മോൻ്റെ കല്യാണം മാത്രമാണ് ഇപ്പോൾ അതിൽ പെൻഡിങ് കിടക്കണം അല്ലേ, ശരിയാവും. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ഓരോ ആളും ചെയ്ത ഗോളുകളും എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയണേ. ഓക്കെ, ഓക്കെ, അപ്പം ഞാൻ വിടവാങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. ബാക്കിയുള്ളവരെല്ലാവരും ക്ലാസ് വെക്കുക, നമുക്ക് കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്. ഞാൻ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പോട്ടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.